ടീച്ചറുടെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടാണോ? എന്നാ ടീച്ചർ ഇന്നൊരു കഥ പറഞ്ഞു തരട്ടെ. ഇത് കണ്ടോ? ഈ ചിത്രത്തിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ടോ? ഈ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയാമോ? അറിയോ? ഈ കുട്ടിയുടെ പേര് ചിന്നു. എന്താ പേര്? ഈ ചിന്നു മോളുടെയും ഒരു മഞ്ഞക്കിളിയുടെയും കഥയാണ് കേട്ടോ ടീച്ചർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ കഥ കേട്ടാലോ? ഒരു ദിവസം വൈകുന്നേരം ചിന്നുമോള് വീടിന്റെ മുറ്റത്തിരുന്ന് ആകാശത്തേക്ക് നോക്കി. ആകാശത്ത് അതാ സൂര്യൻ നല്ല വട്ടത്തിൽ ഓറഞ്ച് നിറത്തിൽ സൂര്യൻ. പുറത്ത് ചെറിയൊരു കാറ്റും വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചിന്നുമോൾക്ക് ഒരു ആഗ്രഹം തോന്നി. എന്താ ആഗ്രഹമാണെന്ന് അറിയാമോ? ഒന്ന് നടക്കാൻ പോയാലോ എന്ന് തോന്നി. ചിന്നുമോൾ ഓടിപ്പോയി. എന്നിട്ട് തന്റെ കുഞ്ഞു ബാഗ് എടുത്തു. അതില് കുറച്ച് ആപ്പിളുകൾ വെച്ചു. പിന്നെ ഒരു കുപ്പിയില് കുറച്ച് വെള്ളം എടുത്തു വെച്ചു കേട്ടോ. എന്തിനാണെന്നറിയോ? നടക്കുമ്പോ ആപ്പിളും കഴിക്കാം, ദാഹിച്ചാലോ വെള്ളവും കുടിക്കാം. എന്നിട്ട് ചിന്നുമോൾ എന്ത് ചെയ്തുന്നറിയോ? ചിന്നുമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ ചുവന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് ആ ബാഗും തൂക്കി നടക്കാൻ തുടങ്ങി. അവൾ ആ പുൽമേടയിലൂടെ ആകാശത്തെ സൂര്യനെ നോക്കി നടന്നു. അപ്പൊ പെട്ടെന്ന് ഒരു കാറ്റടിച്ചു. ആ കാറ്റത്ത് ചിന്നുമോളുടെ ചുവന്ന തൊപ്പിയില്ലേ പറന്നു പോയി. പാവം ചിന്നുമോള് സങ്കടായി. അപ്പോ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയായിരുന്ന മഞ്ഞക്കിളി ഇത് കണ്ടുട്ടോ. മഞ്ഞക്കിളി വിചാരിച്ചു, അയ്യോ പാവം കുട്ടിയുടെ തൊപ്പി പറന്നു പോയല്ലോ, പോയി എടുത്തുകൊണ്ടുവന്ന് കൊടുക്കാന്ന്. എന്നിട്ട് മഞ്ഞക്കിളി പറന്നു പറന്നു പോയി ആ ചുവന്ന തൊപ്പി കൊത്തിയെടുത്തുകൊണ്ടുവന്ന് ചിന്നുമോൾക്ക് കൊടുത്തു. ചിന്നുമോൾക്ക് സന്തോഷായി. അപ്പൊ ചിന്നുമോൾ എന്ത് ചെയ്തെന്നറിയോ? ചിന്നുമോളുടെ കയ്യിലുണ്ടായിരുന്ന ആപ്പിൾ എടുത്ത് മഞ്ഞക്കിളിക്കും കൊടുത്തു. അങ്ങനെ അന്നു മുതൽ ചിന്നുമോളും മഞ്ഞക്കിളിയും കൂട്ടുകാരായി. ഇഷ്ടപ്പെട്ടോ? ഈ കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി വേറൊരു കഥയായിട്ട് ടീച്ചർ വേറൊരു ദിവസം വരാട്ടോ.